السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണം. റമളാനിന് വരവേൽക്കുമ്പോൾ അനിതര സാധാരണമായ വിശേഷപ്പെട്ട ഒരു ഇബാദത്തിന് വീണ്ടും നമ്മൾ ഒരുങ്ങുമ്പോൾ ഓർമ്മിക്കുന്ന സുപ്രധാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മുസ്ലിമിലെ 574 ഹദീസ്, റമളാൻ ഇല റമളാൻ മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന. ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. 335 ദിവസം ചെയ്യുന്ന പാപങ്ങൾ, തെറ്റുകൾ, അബദ്ധങ്ങൾ സംഭവിക്കുന്നത് മായ്ച്ചു കളയാൻ മാത്രം ശക്തമാണ് ഒരു മാസത്തെ നോമ്പ്. കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് ഈ ബുധനാഴ്ച വരെ ഉള്ള എല്ലാ തെറ്റുകളെയും മായ്ച്ചു കളയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ എല്ലാ പാപങ്ങളെയും മായ്ച്ചു കളയാൻ മാത്രം എന്ത് ശക്തിയാണ് ഒരു മാസത്തെ നോമ്പുള്ളത്. എന്താ ചെയ്യുന്നത്? നോമ്പെടുക്കുക എന്ന് പറഞ്ഞ ഒരു പണിയല്ല. പട്ടിണി കിടക്കുകയാണോ? അതും പറയാൻ കഴിയില്ല. പട്ടിണിയല്ല നമ്മുടേത്, ഇബാദത്താണ്. അപ്പൊ അതിൽ നിറച്ചു വെക്കേണ്ട ഈമാനും ഇഖ്ലാസും തഖ്വയും സൂക്ഷ്മത ആ റമളാനിലൂടെ നിശ്ചയിക്കപ്പെട്ട തഖ്വ മരണം വരെ നിലനിൽക്കുന്നതാണ്. എത്ര കൊല്ലായി നോമ്പ് വിൽക്കാൻ തുടങ്ങിയിട്ട്? ഏതാണ്ട് എല്ലാവരും പറഞ്ഞാണ്. എത്ര കൊല്ലായി പറയും? ഇത്രയും വർഷം. നിങ്ങൾ പറഞ്ഞ അത്രയും വർഷമായി നോമ്പ് നിൽക്കാൻ തുടങ്ങി. ചെറുപ്പത്തില് നമ്മുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് കിട്ടിയ പോഷകം അടക്കം ഇന്ന് നമ്മളെ മേത്തുണ്ട്. മുലപ്പാലിൻ്റെതുണ്ട്. കടിച്ചു പറിച്ച് തിന്നാൻ തുടങ്ങുന്ന സമയത്ത് നിലത്ത് നിന്ന് വാരിത്തുന്ന എല്ലാ സംഗതികളുടെയും ചെറിയൊരു ഭാഗം നമ്മുടെ ഈ ശരീരത്തിലുണ്ട്. ഒന്നും വേസ്റ്റായി പോയിട്ടില്ല. നമ്മുടെ അധ്വാനത്തിൻ്റെ ആവശ്യത്തിനുള്ളതാണ് പോയത്. ബാക്കിയൊക്കെ ഇതിലുണ്ട്. അപ്പൊ ഇത്രയും കൊല്ലമായി എടുത്ത നോമ്പിൻ്റെ തഖ്വ ഈ ജീവിതത്തിൽ, മനസ്സിൽ, തലച്ചോറിൽ, പ്രവൃത്തിയിൽ ഉണ്ടാകണം. അതിലൂടെയാണ് ഒരൊറ്റ മാസത്തെ മുഴുവൻ തെറ്റുകളും വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ കിട്ടേണ്ടത് മാപ്പാക്കണം. അപ്പോൾ നമ്മുടെ നോമ്പ് ഒരു സാധാരണമായ ഒരു ശീലം അല്ല, ഒരു ചടങ്ങല്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 2, നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിൻ്റെ കാരണമായ റമളാൻ അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്ന നിലക്ക് കിട്ടിയതാണല്ലോ. ഖുർആൻ 23 കൊല്ലം കൊണ്ട് പല സന്ദർഭങ്ങളിലായി ഇറങ്ങിയതാണ്. ഒരു വാക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്, ഒരു സൂറത്ത് ഒന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങിയ 5-6 ആയത്തുകൾ ഇറങ്ങിയതാണ് ഈ ലൈലത്തുൽ ഖദ്ർ. അപ്പൊ ഖുർആന്റെ മഹിമ എത്രയാണ്? 6236 ആയത്തുകൾ
77,934 വാക്കുകൾ, 3,23,651 അക്ഷരങ്ങൾ. നമ്മുടെ ഈ 204 പേജുള്ള 1/4 കിലോ തൂക്കമുള്ള ഈ മുസാഫ്, അതിലെ ഒരു 6 ആയത്ത് ഇറങ്ങിയതിന്റെ പേരിൽ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ ഉറക്കെ പറയും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാൾ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും അത് അറിയില്ല. ഏതായാലും 1000-നേക്കാൾ ഉണ്ടല്ലോ, 10,000 ലക്ഷമാണോ? അതൊക്കെ ഉണ്ടായത് ആ 6 ആയത്തുകൾ ഇറങ്ങിയതിന്റെ പേരിലാണ്. ഇറങ്ങിയത് അന്നാണ്. അതിപ്പോ ഇറങ്ങിയിട്ട് 1500 കൊല്ലാകാൻ പോവുകയാണ്. ഇപ്പോഴും ആ ദിവസം തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, സകലമാന കാര്യങ്ങളുമായി ഇന്നും ലൈലത്തുൽ ഖദ്ർ റമളാനിൽ ഒരു ദിവസം ഉണ്ടാകുന്നുണ്ട്. അത് അന്ത്യനാൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഖുർആന്റെ വില എത്രയാണ്? ആ ഖുർആന്റെ ആശയങ്ങൾ എത്ര മഹത്തരമാണ്! അതിൽ ഓരോ അക്ഷരവും ഓതുമ്പോൾ 10 ഇരട്ടി കൂലി കിട്ടുന്നത് എങ്ങനെയാണ്? 10, 700, പിന്നെ അതിനപ്പുറത്തേക്ക് അങ്ങനെ എത്രയോ കൂടുതൽ. ബുഖാരി 6491 ഹദീസ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഖുർആന്റെ വില എത്രയാണ്? അത് വെറും അച്ചടി മാത്രമാകുമ്പോൾ, അക്ഷരം മാത്രമാകുമ്പോൾ അതിന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശം കിട്ടുന്നില്ല. അതിനെന്ത് വേണം? അർത്ഥം അറിയണം, അതിൻ്റെ ആശയം അറിയണം. ഇന്ന് സുബഹിനെ ഓതിയ ആയത്തുകളുടെ അർത്ഥം എന്താണെന്ന് ഈ സദസ്സിന് അറിയേണ്ടതാണ്. അറിഞ്ഞേ പറ്റൂ. അപ്പൊ എന്താ മാർഗം? വേഗം ചെന്ന് നമ്മൾ പരിഭാഷ നോക്കുക. ഇനി നമുക്ക് ഈ ഒരു കൂട്ടം എന്നത്, നിസ്കരിക്കാൻ വരുന്ന കൂട്ടം എന്നത് ഒരു ചടങ്ങല്ല. നമ്മളൊക്കെ ഇതിനായിട്ട് വന്നതാണ്. എന്നാൽ ശഅബാൻ 30 അവസാനത്തെ ദിവസം ഒരു ജനക്കൂട്ടം നമ്മുടെ മസ്ജിദുകളിൽ ചിലതിൽ വരാറുണ്ട്. അവര് 29-നില്ല, 28-നില്ല, റമളാൻ 1-ന് അവര് സജീവമാണ്. അല്ല, തലേന്ന് സജീവമാണ്. റമളാൻ അവസാനത്തെ ദിവസം അവര് ഉണ്ടാകുന്നില്ല. കാരണം എന്താ? തറാവീഹില്ല. അപ്പൊ തറാവീഹിനാണോ അള്ളാഹ് വിളിച്ചത്? അല്ല. എന്താണ് ആ വാക്ക്? ഹയ്യ എന്ന് പറഞ്ഞേ, ഹയ്യ അല തറാവീഹ് എന്നാണോ? ആണോ? അല്ല, ഹയ്യ അല സ്വലാത്ത് എന്നാണോ? ഹയ്യ അല സ്വലാത്ത് എന്നാ വിളിച്ചത്. എന്നിട്ട് വരുന്നത് തറാവീഹിനായാലോ? അത് ശരിയാണോ? അത് അള്ളാഹുവിനെ ബഹുമാനിക്കലാണോ അപമാനിക്കലാണോ? ശരി, വരട്ടെ, വന്നിട്ട് പറഞ്ഞു കൊടുക്കണം. ഇനി ഇവിടുന്ന് പോകരുത്. ഈ സീറ്റ് നിങ്ങൾക്കുള്ളതാണ്, ഈ നിസ്കാരം നിങ്ങൾക്കുള്ളതാണ്. അത് മരണം വരെയാണ്. സഹോദരിമാരോടും പറയണം, റമളാനിൽ മാത്രമായി ഒരു മസ്ജിദ് ഇല്ല, റമളാനിൽ മാത്രമായി ഫർദ് ഇല്ല. റമളാനിൽ മാത്രമുള്ളത് ഇന്നലെ രാത്രിയും ഇന്നിപ്പോ പുലർച്ചയ്ക്ക് മുമ്പും നിങ്ങൾ നിർവഹിച്ച തഹജ്ജുദ് നോമ്പായതുകൊണ്ട് എല്ലാം കൂടി ഭാരമാകണ്ട എന്നുള്ള നിലക്ക് ഇശാക്ക് ശേഷമാക്കിയതാണ്. എല്ലാവരോടും പറയണം. വന്ന ആൾക്കാരൊക്കെ അവിടെ നിൽക്കട്ടെ, വരട്ടെ, അവർക്ക് സ്വാഗതം. പക്ഷേ റമളാനിലെ മുസ്ലിം ശവ്വാലിലും മുസ്ലിം ആകണം. റമളാനിലെ മുത്തഖി ശവ്വാലിലും മുത്തഖിയാകണം. റമളാനിലെ ആവേശ കമ്മിറ്റി റമളാൻ കഴിഞ്ഞാൽ ആദർശ കമ്മിറ്റിയായി നിലനിൽക്കണം. അതിനല്ലാതെ ഖുർആൻ ഇറങ്ങിയതല്ല. അത് കുറച്ച് തൽക്കാല കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി, ആവേശക്കാരുണ്ടാക്കാൻ വേണ്ടി ഖുർആൻ ഇറങ്ങിയിട്ടില്ല. അത് ആഴത്തിൽ ആണ്ടിറങ്ങുന്നതാണ്. ഖൗലൻ സഖീല, കനമേറിയ വാക്ക്. അശദ്വത്ത് എന്ന് ഉറച്ച കാൽവെപ്പ്. അപ്പോൾ കൊളച്ചണ്ടിയല്ല,
പായലല്ല, കാറ്റാടിയല്ല, അപ്പൂപ്പന്താടിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിക്കളിക്കുന്നതല്ല, മരണം വരെ. അത് അവരോടൊന്ന് പറഞ്ഞേക്കണം. അപ്പോ നമുക്ക് ശഅബാൻ അവസാനത്തെ ദിവസം തറാവീഹുണ്ട്. റമദാൻ ആയിട്ടില്ല. ആ തറാവീഹിന് ഓതുന്നുണ്ട്. ഏതാ ഓതുക? ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഏതാ? അൽ ബഖറയാണ്. അപ്പോൾ അർത്ഥം അറിയാത്തവർക്ക് ഖുർആൻ പഠിക്കാനുള്ള ഒരു സുവർണാവസരം. എന്താ? അതിൻ്റെ തലേന്ന് നമ്മൾ പോകുമ്പോൾ ഒന്ന് നോക്കി പോകണം. ഒരു 10 പേജ്, ഒരു 20 പേജ്, 15 പേജ് ഒന്ന് നോക്കി പോകണം അതിൻ്റെ അർത്ഥം. അപ്പൊ ഇമാം ഓതുമ്പോൾ നമുക്കിങ്ങനെ നല്ല ഉഷാറിൽ ഇന്നതാണ് പറയുന്നത്. ആദ്യം പറയുന്നത് മുഅ്മിനുകളെ കുറിച്ചാണ്, രണ്ടാമത് പറയുന്നത് കാഫിറുകളെ കുറിച്ചാണ്, മൂന്നാമത് പറഞ്ഞ നമ്മളെ കൂട്ടത്തിലെ ഞാനോ നിങ്ങളോ എന്ന് അവനവന് മാത്രം റബ്ബിനും മാത്രം അറിയുന്ന മുനാഫിക്കുകളെ കുറിച്ചാണ്. അത് തൗഹീദുള്ള ആൾക്കാരെ കുറിച്ചാണ്. തൗഹീദിൽ നിലകൊള്ളുന്നവരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരിൽപ്പെട്ട മുനാഫിക്കുകളെ കുറിച്ചാണ്. അങ്ങനെ ഇസ്രായേൽ മക്കളെ കുറിച്ചാണ്. ആദം അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്, ഇബ്ലീസിന്റെ ചരിത്രമാണ്. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങൾ ശരി. അപ്പൊ മനസ്സിലായി. അപ്പൊ റമദാൻ 1 തറാവീഹിന് വരുന്നതിന് മുമ്പ് ബാക്കിയുള്ള കുറച്ച് പേജുകൾ വായിക്കുക. അങ്ങനെ ഈ റമദാൻ മുഴുവൻ ഒരു പ്രാവശ്യമാണോ 2 പ്രാവശ്യമാണോ ഖത്തം തീർക്കുക, അത് നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും. നിങ്ങൾ പറയണം ഒരു റക്അത്തിൽ 2-3 പേജ് ഓതിക്കോളി എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത് ഒരു ദിവസം നമുക്ക് കാണാനാവുന്നത് അറിയാം. എന്താണ്? ഒരു ദിവസം തന്നെ എത്ര ഓതി? 102 പേജ് ഓതി ഒരു റക്അത്തിൽ. ഒരു റക്അത്തിൽ സൂറത്തുൽ ബഖറ എത്രയാണ്? സൂറത്തുൽ ബഖറ എത്ര പേജാ? 286 ആയത്താണ്. 22, 42 ചുരുക്കത്തിൽ സൂറത്തുൽ നിസാ ആകുമ്പോഴേക്ക് 102 പേജായി ഒരു റക്അത്ത്. ആ നബിയുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നിന്ന ആൾക്കാർ എത്ര കുഴങ്ങിയിട്ടുണ്ടാവും. തറാവീഹ് സംബന്ധിച്ച് ആരെങ്കിലും തർക്കം പറയുന്നുണ്ടെങ്കിൽ, നമ്മളും തർക്കം പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എല്ലാവരും എല്ലാ മസ്ജിദിലും റസൂലുള്ള നിസ്കരിച്ച പോലെ ഒരു ദിവസം, ഒറ്റ ദിവസം നിസ്കരിക്കുക. പിന്നെ ആരും തർക്കം പറയില്ല. എത്ര മണിക്കൂർ വേണം? അത്താഴം കഴിക്കാൻ സമയം കിട്ടുമോ എന്ന് ഞങ്ങൾ പേടിച്ചു. അത്രയും നീണ്ടതാണ്. ഓക്കെ. അപ്പൊ ചുരുക്കത്തില് തറാവീഹിന് വരുന്നതിന് മുമ്പ് ആ ഓതാനിടയുള്ള ആയത്തുകളുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ശരി. 3, നമ്മുടെ സക്കാത്ത് കൊല്ലം തികയുമ്പോഴാണ്, കാലം തികയുമ്പോഴാണ്. റമദാനിൽ ആകണമെന്നില്ല. എപ്പോഴാണോ കൊല്ലം തികയുന്ന അപ്പോൾ കൊടുത്തോളണം. നേരത്തെ കൊടുക്കാം, വൈകാൻ കാത്തുക്കണ്ട. റമദാൻ ആകട്ടെ എന്ന് പറഞ്ഞ് കാത്തുക്കാൻ പറ്റില്ല. സക്കാത്ത് അർജന്റാണ്. ഇന്ന് സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാർ മറ്റന്നാൾക്ക് കാത്തു വെക്കരുത്, സമയത്ത് കൊടുക്കണം. ആ കൂട്ടത്തിൽ സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷനുള്ളൊരു വിഷയമുണ്ട്. ആഭരണം. എന്താ കൺഫ്യൂഷൻ? അത് ആരതാണ്? ബാപ്പാൻ്റെതാണോ, ഓളെ ബാപ്പാൻ്റെതാണോ, ഓളതാണോ, മാപ്പളുടേതാണോ, ആവശ്യപ്പെട്ടതാണോ? ആരാ ഉടമ? സ്ത്രീധനത്തിന്റെ ഉടമ ആരാണ്? പണമായി, പണ്ടമായി, പറമ്പായി, അറയായി, വിസിയായി, ജോലി വാഗ്ദാനമായി സ്ത്രീധനത്തിന്റെ ഉടമ ആരാണ്? ഉടമയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഉടമക്കാണ് ശുദ്ധീകരണം ഉണ്ടാകുന്നത്. സ്ത്രീധനം ശുദ്ധിയാവുമോ? അത്തരം കാര്യങ്ങളൊന്നും പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോ ഈ പ്രാവശ്യത്തെ റമദാൻ ഇൻഷാ അല്ലാഹ് ഒരു കൊല്ലത്തെ പാപങ്ങളെല്ലാം മായ്ക്കാൻ മാത്രം ശക്തമായ ഈമാനും ഇഖ്ലാസും നിറച്ചു വെച്ച, അമലുകളും ഇബാദത്തുകളും കൊണ്ട് സമ്പന്നമായ നോമ്പാകാൻ നമുക്ക് തീരുമാനിക്കണം.
ഖുർആൻ പഠിക്കാൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിക്കാനുള്ള നോമ്പായിട്ട് നമുക്ക് മാറ്റണം. എല്ലാവരും ആക്കുന്നുണ്ട്, ഒന്നുകൂടി ഉഷാറാക്കണം. അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകണം. എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയാൻ റബ്ബെ അനുഗ്രഹിക്കണം. രോഗികൾക്കെല്ലാം ശിഫ നൽകണേ റബ്ബെ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.